ഹലോ എല്ലാവർക്കും എഡ്യൂപോർട്ടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും കൊണ്ടാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ആൾക്കാരാണ് ഈ 5 മാർക്കിന്റെ 4 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും ഈ 8 മാർക്കിന്റെ ചോദ്യത്തിന്, അതായത് എസ്എ ക്വസ്റ്റ്യന് ഫോക്കസ് കൊടുത്തിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് ഈ 5 മാർക്കിന്റെ ചില ഏരിയകളൊക്കെ. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില ഭാഗത്തു നിന്നൊക്കെ എന്ത് ചോദിക്കും, ഈ 5 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താവും, പെട്ടുപോകും. അപ്പോൾ ഞാൻ വളരെ പ്രധാനപ്പെട്ട ചില 5 മാർക്കിന് സാധാരണമായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇത് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട 5 മാർക്കിന്റെ ചില ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ആദ്യമായിട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ, അതായത് സംഘടിത മേഖലയും അസംഘടിത മേഖലയും തമ്മിൽ എന്ത് ചെയ്യാനാണ്, വേർതിരിച്ചെഴുതാനാണ്. എന്താണ് സംഘടിത മേഖല അതുപോലെ അസംഘടിത മേഖല. ഓക്കെ, സംഘടിത മേഖലയും അസംഘടിത മേഖലയും തമ്മിൽ വേർതിരിച്ചെഴുതാനുള്ള ഒരു ചോദ്യമാണ് ഇത്. നമുക്ക് പലപ്പോഴും 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ ബോക്സ് വരച്ചിട്ട് എഴുതാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 2 പാരഗ്രാഫ് ആക്കിയിട്ടൊക്കെ സംഘടിത മേഖലയും അസംഘടിത മേഖലയും വേർതിരിച്ചെഴുതാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽ സംഘടിത മേഖലയിൽ നമുക്കറിയാം 10 അതിലധികമോ ആളുകൾ വർഷം മുഴുവൻ പണിയെടുക്കുന്ന, കൺസിസ്റ്റ് ഓഫ് ഓൾ യൂണിറ്റ്സ് ഓഫ് എംപ്ലോയിങ് 10 or more people throughout the year, അതായത് വർഷം മുഴുവൻ 10 അതിലധികം ആളുകളോ ജോലി ചെയ്യുന്നതിനാണ് നമ്മൾ സംഘടിത മേഖല അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത്. ഇനി അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത് ഓൾ യൂണിറ്റ്സ് എംപ്ലോയിങ് ലെസ് ദാൻ 10 people. അസംഘടിത മേഖലയിൽ 10ൽ താഴെ ആളുകൾ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഈ സ്ഥാപനങ്ങൾ ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അതായത് സംഘടിത മേഖലയിലുള്ള സ്ഥാപനങ്ങളെല്ലാം ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇത് and these units registered with the ഗവൺമെന്റ്. ഇവിടെ എന്താണ്, ദീസ് യൂണിറ്റ്സ് ആർ നോട്ട് രജിസ്റ്റേർഡ് വിത്ത് ദി ഗവൺമെന്റ്. അതായത് അസംഘടിത മേഖലകൾ എന്താവണമെന്നില്ല, ഗവൺമെന്റുമായിട്ട് രജിസ്റ്റർ ചെയ്യണമെന്നില്ല. അപ്പോൾ ഈ സംഘടിത മേഖലയിൽ തൊഴിലാളികൾക്ക് കൃത്യമായിട്ട് ശമ്പളവും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കൃത്യമായിട്ട് ലഭിക്കും. ദിസ് ഈസ് ടു എൻഷുർ പ്രോപ്പർ സാലറീസ് ഓർ വേജസ്, പെൻഷൻ ആൻഡ് അതർ ബെനിഫിറ്റ്സ്. അതർ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മറ്റ് ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ ഹെൽത്ത് ബെനിഫിറ്റ് ആയിരിക്കാം, അതുപോലെ ഇൻഷുറൻസ് ക്ലെയിം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തും ഏത് സംഘടിത മേഖലയിലുള്ള തൊഴിലാളികളെ സംബന്ധിച്ച്. പക്ഷെ അസംഘടിത മേഖലയിൽ എന്തില്ല, കൃത്യമായിട്ട് ശമ്പളമോ പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ജോലി സുരക്ഷിതത്വമാണ് കേട്ടോ. എന്താണ്, ജോബ് സെക്യൂരിറ്റി എവിടെ കൂടുതലാണ്, ഇവിടെ കൂടുതലാണ്. എന്ത് കൂടുതലാണോ, ജോബ് സെക്യൂരിറ്റി, അതായത് തൊഴിൽ സുരക്ഷിതത്വം, തൊഴിൽ സുരക്ഷ കൂടിയ സ്ഥലമാണ് എന്ത്, നമ്മൾ ഈ പറയുന്ന തൊഴിൽ സുരക്ഷ കൂടിയ സ്ഥലമായിട്ടാണ് സംഘടിത മേഖല എന്ന് പറയുന്നത്. ഇവിടെ എന്തായിരിക്കും, ലെസ് ജോബ് സെക്യൂരിറ്റി അല്ലെ, ലെസ് ജോബ് സെക്യൂരിറ്റി ആണ് ഇവിടെ ഉണ്ടാവുന്നത്. ജോബ് സെക്യൂരിറ്റി അതായത് തൊഴിൽ സുരക്ഷയൊക്കെ കുറവായിരിക്കും എവിടെ, അസംഘടിത മേഖലയെ സംബന്ധിച്ച്. എപ്പോൾ വേണമെങ്കിലും ജോലി നഷ്ടപ്പെടാം, അല്ലെങ്കിൽ ഒരു ശമ്പളങ്ങളൊന്നും കൃത്യമായിട്ട് ലഭിക്കുന്നില്ല, ആനുകൂല്യങ്ങളൊന്നും കൃത്യമായിട്ട് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ അസംഘടിത മേഖലയിലെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 കാര്യങ്ങളും, അപ്പൊ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിലൊക്കെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നത് എവിടെയാണ്, അസംഘടിത മേഖലയിലാണ് ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നത്. ഇന്ത്യയുടെ പോപ്പുലേഷനിൽ കുറവ് ആളുകളാണ് എവിടെ ജോലി ചെയ്യുന്നത്, സംഘടിത മേഖലയിൽ ഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഡിഫറൻസ്, ഇത് ഓർഗനൈസ്ഡ് ആണ്, ഓക്കെ, ഇത് ഓർഗനൈസ്ഡ് ആണ് ആൻഡ് ദിസ് ഈസ് അൺഓർഗനൈസ്ഡ് ട്ടോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആൻഡ് ക്ലാസിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഓൺ ദി ബേസിസ് ഓഫ് പെർമനന്റ് ആൻഡ് അക്വയർഡ് ട്രേറ്റ്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഇത്. ചില സമയങ്ങളിൽ എസ്എ ആയിട്ടും ചോദ്യം വരാറുണ്ട്. എന്നിരുന്നാലും ഇത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ട്രൈബൽ കമ്മ്യൂണിറ്റീസുമായിട്ടുള്ള ക്വസ്റ്റ്യൻസിന് നിങ്ങൾ നന്നായിട്ട് പ്രാധാന്യം കൊടുക്കണം. നമുക്കറിയാം നമ്മളുടെ +2 സോഷ്യോളജിയിൽ അഡീഷണൽ ടോപ്പിക്സ് ഉണ്ട്. അതായത് പുതിയതായിട്ട് SCERT ടെക്സ്റ്റ് ബുക്കിൽ ആഡ് ചെയ്ത ചില ഭാഗങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അഡീഷണൽ ടോപ്പിക്സിലൊക്കെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേകം സെക്ഷൻ തന്നെ നമുക്ക് അതിൽ വരുന്നുണ്ട് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് റിലേറ്റഡ് ആയിട്ട്. അപ്പൊ എന്താണ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പറയാ. ഓക്കെ, so tribe is a modern term. It refers to the oldest communities among inhabitants of subcontinent of
ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രൈബൽ സൊസൈറ്റീസ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദിമ നിവാസികളിൽ ഏറ്റവും പഴക്കമുള്ള സമുദായങ്ങളെയാണ് നമ്മൾ ഗോത്ര സമുദായങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവരുടെ സവിശേഷതകൾ നമുക്ക് രണ്ടായിട്ട് പറയാം. പെർമനന്റ് ട്രേറ്റ്സ് അഥവാ സ്ഥിര സവിശേഷതകളുണ്ട്. അതിനകത്താണ് അവർ താമസിക്കുന്ന റീജിയൻ, അവർ സംസാരിക്കുന്ന ഭാഷ, ലാംഗ്വേജ്, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, എക്കോളജിക്കൽ ഹാബിറ്ററ്റ്, ഇതൊക്കെ എന്താണ് ആദിവാസികളെ, ഗോത്ര വിഭാഗങ്ങളെ, ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ സംബന്ധിച്ച് അവരുടെ പെർമനന്റ് ട്രേറ്റ് ആണ്. ഇനി നോക്കുക, അക്വയർഡ് ട്രേറ്റ്സ് ഉണ്ട്, അതായത് ആർജിത സവിശേഷതകളുണ്ട് ഈ ആദിവാസി വിഭാഗങ്ങളെ സംബന്ധിച്ച്. അതായത് അവർ ആർജിച്ചെടുക്കുന്ന സവിശേഷതകൾ ഏതൊക്കെയാണ്? ഉപജീവന മാർഗങ്ങൾ, ഹൈന്ദവ സമൂഹത്തിലേക്കുള്ള ഉൾച്ചേരൽ, അതായത് ദ മോഡ് ഓഫ് ലിവ്ലിഹുഡ്, അതായത് മീൻ പിടിച്ച് ജീവിക്കണോ, തേൻ ശേഖരിച്ച് ജീവിക്കണോ, ഇത് അവർ എന്ത് ചെയ്യുന്നതാ? ഈ തേൻ ശേഖരിക്കലാണെങ്കിലും വേട്ടയാടലാണെങ്കിലും ഇപ്പൊ മീൻപിടുത്തമാണെങ്കിലും ഇതൊക്കെ അവരുടെ ഉപജീവന മാർഗമാണ്. ഇത് അവർ എങ്ങനെ നേടിയെടുക്കുന്നതാണ്? ഇവരിത് ആർജിച്ചെടുക്കണം, അക്വയർ ചെയ്തെടുക്കുന്ന അവരുടെ പ്രത്യേക ട്രേറ്റ് ആണ് ഇത്തരത്തിലുള്ള മോഡ് ഓഫ് ലിവ്ലിഹുഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ് അവരുടെ, ഇതാണ് നമ്മളുടെ ബി പാർട്ടിൽ വരുന്നത്, ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഓൺ ദി ബേസിസ് ഓഫ് പെർമനന്റ് ആൻഡ് അക്വയർഡ് ട്രേറ്റ്സ്. ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? വിശദീകരിച്ച് എഴുതണം. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആവുന്ന സമയത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇത് ഓരോന്നും എന്താണെന്നുള്ളത് വിശദീകരിച്ച് എഴുതണം. സോ ഈ പോർഷൻ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഇത് 3rd ചാപ്റ്ററിൽ വരുന്ന പോർഷൻ ആണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് കേട്ടോ. ഓക്കെ, ഇനി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കമ്മോഡിറ്റൈസേഷൻ ആൻഡ് കൺസംഷൻ, വസ്തുവൽക്കരണവും ഉപഭോഗവും തമ്മിൽ വേർതിരിച്ചെഴുതുക. ഇതും നമ്മൾ 5 മാർക്കിന് മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഈ ക്വസ്റ്റ്യൻ കാണാറുണ്ട്. കമ്മോഡിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ വി നോ ദാറ്റ് പ്രോസസ് ബൈ വിച്ച് നോൺ കമ്മോഡിറ്റി ഈസ് മെയ്ഡ് ഇൻ ടു കമ്മോഡിറ്റി ആൻഡ് ബിക്കംസ് പാർട്ട് ഓഫ് ദി മാർക്കറ്റ് എക്കണോമി. അപ്പോൾ വസ്തുവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പോള വ്യവസ്ഥയുടെ ഭാഗമാക്കി തീർക്കുക. അതായത് അതുവരെ കമ്പോള വ്യവസ്ഥയുടെ ഭാഗമല്ലാതിരുന്ന വസ്തുവിനെ കമ്പോള വ്യവസ്ഥയുടെ ഭാഗമാക്കി തീർക്കുക. അതായത് മുൻപ് വിപണികളിൽ കച്ചവടം ചെയ്യാതിരുന്ന സാധനങ്ങൾ അഥവാ വസ്തുക്കൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? കമ്മോഡിറ്റൈസേഷൻ അല്ലെങ്കിൽ വസ്തുവൽക്കരണം സംഭവിക്കുന്നത്. ഇറ്റ് occurs when things that were earlier not traded in the market become commodities. So commoditization and consumption are two important features of capitalism. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ക്യാപിറ്റലിസത്തിന്റെ സവിശേഷതകളാണ് കമ്മോഡിറ്റൈസേഷനും കൺസംഷനും എന്ന് പറയുന്നത്. അപ്പോൾ കമ്മോഡിഫിക്കേഷനിൽ നമുക്കറിയാം ഏർലിയർ നോട്ട് ട്രേഡഡ് ഇൻ ദി മാർക്കറ്റ് ബിക്കം കമ്മോഡിറ്റീസ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ഡ്രിങ്കിങ് വാട്ടർ. പണ്ട് എന്തായിരുന്നില്ല? വെള്ളം ഒരു വിൽപ്പന ചരക്കായിരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്ന ഒരു സാധനമൊന്നും അല്ലായിരുന്നു വെള്ളം എന്ന് പറയുന്നത്. അത് പിന്നീട് എന്താക്കി? നമ്മളുടെ മാർക്കറ്റിന്റെ ഭാഗമാക്കി. ഇനി കൺസംഷൻ ഈസ് ഗെറ്റിംഗ് മോർ ആൻഡ് മോർ ഇമ്പോർട്ടൻസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് സിംബോളിക് മീനിങ്, നോട്ട് ഫോർ ദി എക്കണോമിക് റീസൺസ്. അപ്പോൾ നമുക്കറിയാം കൺസംഷനുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അതും ക്യാപിറ്റലിസത്തിന്റെ, മുതലാളിത്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് കൺസംഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും ഈ കൺസംഷൻ അതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് പ്രൈസിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ എക്കണോമിക് ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് മാത്രമല്ല, മറ്റൊരു രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു സ്റ്റാറ്റസ് സിമ്പിൾ ആണ് അല്ലെ. സ്റ്റാറ്റസ് സിമ്പിൾ എന്ന് മാക്സ് വെബർ ഇതിനോട് അസോസിയേറ്റ് ചെയ്തൊരു ടേം ഒക്കെ പറയുന്നുണ്ട് കൺസംഷനുമായി ബന്ധപ്പെട്ട്. അതും നമുക്ക് വൺ വേർഡ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് ഒരു ബോണസ് ക്വസ്റ്റ്യനും കൂടെ കിട്ടി. സ്റ്റാറ്റസ് സിമ്പിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആരുടേതാണ്? അത് മാക്സ് വെബറിൻ്റെതാണ്. അതും കൂടെ നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പൊ അതിനെയാണ് വിപണിയുടെ ഭാഗമല്ലാതിരുന്ന വസ്തുക്കളെ വിപണിയുടെ ഭാഗമാക്കി മാറ്റുന്നതാണ് കമ്മോഡിറ്റി, വസ്തുവൽക്കരണം എന്ന് പറയുന്നത്. ഇനി സാധനങ്ങൾ വാങ്ങുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നത് വഴി വ്യക്തികൾ അവരുടെ സാമൂഹിക സാംസ്കാരിക പദവി വെളിപ്പെടുത്തുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൺസംഷൻ എന്ന് പറയുന്നത്. ഈ ഭാഗം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. 4ാമത്തെ ചാപ്റ്ററിനാണ് ഈ ഒരു ഭാഗം വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി റൈറ്റ് എനി 2 dimensions ഓഫ് അൺടച്ചബിലിറ്റി. തൊട്ടുകൂടായ്മയുടെ ഏതെങ്കിലും 2 മാനങ്ങൾ എഴുതുക എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്സ് ആണ്. അതായത് ഈ 2 മാനങ്ങളല്ല, ഇതിന്റെ കൂടുതലായിട്ട് നമുക്ക് ഇതിന് 3 dimensions ആണ് ശരിക്കും ഉള്ളത്. ആ 3 dimensions നിങ്ങൾ പഠിക്കണം. അൺടച്ചബിലിറ്റിയുടെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ എക്സ്ക്ലൂഷൻ ഉണ്ട്, എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഹ്യൂമിലിയേഷൻ ഉണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ വരുന്നതാണ് ഏതാണ്? ഹ്യൂമിലിയേഷനും ഉണ്ട്. ഓക്കെ, അത് 3ഉം എന്താന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. എക്സ്ക്ലൂഷനിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് റിസർവ്ഡ് ഫോർ അൺടച്ചബിൾസ് ആൻഡ് ദലിറ്റ്സ് എക്സ്പീരിയൻസ് വേർസ്റ്റ് ഫോം ഓഫ് എക്സ്ക്ലൂഷൻ. ഫോർ എക്സാമ്പിൾ പ്രൊഹിബിറ്റഡ് ഫ്രം ഡ്രോയിങ് ഡ്രിങ്കിങ് വാട്ടർ ഫ്രം പബ്ലിക് വെൽസ്. അപ്പോൾ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നതാണ് 1ാമത്തെ തലം എന്ന് പറയുന്നത്.
ദളിത് വിഭാഗത്തിലുള്ള ആളുകളാണ് ഇത് ഏറ്റവും കൂടുതൽ ഇതിന്റെ എക്സ്ട്രീം ഫോം ആയിട്ടുള്ള എക്സ്ക്ലൂഷനൊക്കെ എഫക്ട് ചെയ്യുന്നത്. അതായത് ഇതിനൊരു എക്സാമ്പിൾ ആണ് പൊതു കിണറിൽ നിന്നും എന്ത് തടയുന്നത്, വെള്ളം കുടിക്കുന്നത് തടയുന്നത്. അതുപോലെ തന്നെ കീഴ്ജാതിക്കാർ പൊതു കിണറിൽ നിന്ന് വെള്ളമെടുക്കൽ, മതാരാധന, ആഘോഷങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ കൃത്യമായിട്ട് തടയുന്നുണ്ട്. അതായത് അതിൽ നിന്നൊക്കെ മാറ്റി നിർത്തുന്നുണ്ട്. അതായത് പൊതുവായിട്ട് നടക്കുന്ന പരിപാടികളിൽ നിന്നൊക്കെ മാറ്റി നിർത്തപ്പെടലുകൾ അവർ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ ഡയമെൻഷൻ ആണ്. ഇത് ഒന്നാമത്തെ ഡയമെൻഷൻ ആണ്, ഇത് രണ്ടാമത്തേതാണ് അവഹേളനവും വിധേയത്വവും. അതായത് ഇപ്പൊ നമ്മള് പലപ്പോഴും ഉയർന്ന ജാതിക്കാരെ കാണുന്ന സമയത്ത് തൊഴുക, അതേപോലെ എന്താ പറയാ, നമ്മൾ ഈ വണങ്ങുക, പിന്നെ തലക്കെട്ടുണ്ടെങ്കിൽ തലക്കെട്ട് അഴിച്ച്, അതായത് ഇങ്ങനെ ബഹുമാനം കാണിക്കേണ്ട, വിധേയപ്പെടേണ്ട, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ ചെരുപ്പ് കയ്യിൽ പിടിക്കുക, വസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതാണ് ഹ്യൂമിലിയേഷനകത്ത് പറയുന്നത് കേട്ടോ, ഹ്യൂമിലിയേഷൻ്റെ അകത്ത്. അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് അൺടച്ചബിലിറ്റിയുടെ മറ്റൊരു ഡയമെൻഷനാണ്. അൺടച്ചബിൾ ആയിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യാറുണ്ട്, എക്കണോമിക് എക്സ്പ്ലോയിറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അൺപെയ്ഡ് ഓർ അണ്ടർ പെയ്ഡ് ലേബർ, കൃത്യമായിട്ട് അവർക്ക് എന്ത് ചെയ്യില്ല, ജോലി ചെയ്തതിന് കൂലി കൊടുക്കില്ല, കൂലി കൊടുത്താലും വളരെ തുച്ഛമായിട്ടുള്ള. അൺപെയ്ഡ് ഓർ അണ്ടർ പെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, അണ്ടർ പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ കൂലിയാണ്. മാത്രമല്ല നിർബന്ധ വേല, നിർബന്ധമായിട്ടും അവരെന്ത് ചെയ്യും, അവരെ നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കാറുണ്ട്. മതിയായ വേതനം കൊടുക്കാറില്ല, കൂലി കൊടുക്കാറില്ല. കൂലി കൊടുത്താൽ തന്നെ വളരെ ചെറിയ വേതനമാണ് കൊടുക്കാറുള്ളത്. ഇതും ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണേ. ഓക്കെ, സോഷ്യൽ എക്സ്ക്ലൂഷനുമായി ബന്ധപ്പെട്ട്, സാമൂഹിക ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട് വരുന്നൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് സിവിൽ സൊസൈറ്റി, പൗരസമൂഹത്തെ നിർവചിച്ച് സവിശേഷതകൾ വിശദമാക്കുക. പൗരസമൂഹവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്നൊക്കെ നമുക്ക് 5 മാർക്കിന് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം കേട്ടോ. ഈ ഫസ്റ്റ് പാർട്ടിന്റെ ഏരിയയിൽ നിന്ന് നമുക്ക് നന്നായിട്ട് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. സെക്കൻഡ് പാർട്ടൊന്നും ഉണ്ടാവും. അത് ഏതൊക്കെയാണെന്നുള്ളത്, സെക്കൻഡ് പാർട്ടിലെ 5 മാർക്സ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ലൈവിലും മറ്റുമൊക്കെ ആയിട്ട് എപ്പോഴും പറയാറുണ്ട്. ഹോം ബേസ്ഡ് വർക്ക് നമുക്ക് ഷോർട്ട് എസ്സേ ആയിട്ട് ഞാനൊരു എസ്സേ ടോപ്പിക്സിൻ്റെ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നിന്ന് എന്ത് വരാറുണ്ട്, ഷോർട്ട് എസ്സേയും എസ്സേ ആയിട്ടൊക്കെ വരുന്നുണ്ട്. ആ വീഡിയോയും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനോടുകൂടി തന്നെ കാണുക. അപ്പോൾ ഡിഫൈൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് സിവിൽ സൊസൈറ്റി, പൗരസമൂഹത്തെ നിർവചിച്ച് സവിശേഷതകൾ വിശദമാക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്താണ് പൗരസമൂഹം എന്ന് നമുക്കറിയാം. ദ സ്ഫിയർ ഓഫ് സൊസൈറ്റി ദാറ്റ് ലൈസ് ബിയോണ്ട് ഫാമിലി ബട്ട് ഇറ്റ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ഐദർ സ്റ്റേറ്റ് ഓർ മാർക്കറ്റ്. കുടുംബജീവിതത്തിന്റെ സ്വകാര്യതയ്ക്കും രാഷ്ട്രീയ സാമ്പത്തിക മണ്ഡലത്തിനും പുറത്ത് വ്യക്തികൾ പ്രവർത്തിക്കുന്ന വിശാലമായ സാമൂഹ്യ മേഖലയാണ് പൗരസമൂഹം എന്ന് വിളിക്കുന്നത്. ഇവിടെ വ്യക്തികൾ സ്വമേധയാ ഒത്തുചേരുകയോ സ്ഥാപനങ്ങളും സംഘടനകളും രൂപീകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. So voluntary association and organization formed for cultural, social or non-commercial and non-state collective pursuit. അപ്പോൾ എന്താണ് പൗരസമൂഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, അതായത് കുടുംബജീവിതത്തിന്റെ സ്വകാര്യതയ്ക്കും രാഷ്ട്രീയ സാമ്പത്തിക മണ്ഡലത്തിനും പുറത്ത് വ്യക്തികൾ പ്രവർത്തിക്കുന്ന വിശാലമായിട്ടുള്ള ഒരു സാമൂഹ്യ മേഖലയാണ് പൗരസമൂഹം എന്ന് പറയുന്നത്. ഇതൊരു വളണ്ടിയർ അസോസിയേഷൻ ആണ്. ദ സ്പിയർ ഓഫ് സൊസൈറ്റി ദാറ്റ് ലൈസ് ബിയോണ്ട് ഫാമിലി ബട്ട് ഇറ്റ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ഐദർ സ്റ്റേറ്റ് ഓർ മാർക്കറ്റ്. പക്ഷെ ഇത് എന്തിന്റെ ഭാഗമാവരുത്, രാഷ്ട്രത്തിന്റെ ഭാഗമാവാനും പാടില്ല. അതുപോലെ തന്നെ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടതും ആവാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, അതായത് ഗവൺമെന്റിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളാവാൻ പാടില്ല. അതുപോലെ തന്നെ ലാഭത്തിന് വേണ്ടി, അതായത് പ്രോഫിറ്റ് മേക്കിങ്ങിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും ആകാൻ പാടില്ല. പിന്നെ ആരെയാണ് നമ്മൾ പൗരസമൂഹം അല്ലെങ്കിൽ സിവിൽ സൊസൈറ്റി എന്ന് വിളിക്കുന്നത്? സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത് രാഷ്ട്രീയ കക്ഷികളാവാം, അല്ലെ, രാഷ്ട്രീയ പ്രവർത്തകരാവാം, ചില മാധ്യമ സ്ഥാപനങ്ങളാവാം. അപ്പൊ അത്തരത്തിലുള്ള ചില NGOകൾ, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ്, ഗവൺമെന്റ് ഇതര സംഘടനകളൊക്കെ ആവാം. ഇതൊക്കെ എന്താണ്, പൗരസമൂഹത്തിന്റെ ഭാഗമാണ്. ഇനി അവരെന്താണ്, അത് വോളണ്ടറി അസോസിയേഷൻ ആണ്, സ്വമേധയാ രൂപീകരിക്കപ്പെട്ടതാണ്. ആൻഡ് അത് കൾച്ചറൽ, സോഷ്യൽ ഓർ നോൺ കൊമേഴ്ഷ്യൽ ആൻഡ് നോൺ സ്റ്റേറ്റ് കളക്റ്റീവ് പെർസ്യൂട്ട് ആണ്. അതായത് അതെന്തല്ല, ഇത്തരത്തിൽ ലാഭം നോക്കിയല്ല, അതാണ് നോൺ കൊമേഴ്ഷ്യൽ എന്ന് പറയുന്നത്. നോട്ട് കൺട്രോൾഡ് ബൈ സ്റ്റേറ്റ്, ഇതെന്താവാൻ പാടില്ല, ഇത് സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യുന്നതാവാൻ പാടില്ല. അതായത് രാഷ്ട്രത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ളത് ആവാൻ പാടില്ല. മാത്രമല്ല നോ പ്രോഫിറ്റ് മോട്ടീവ്, ഒരിക്കലും പ്രോഫിറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട്, ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ടും ആകാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അഥവാ വിവരാവകാശ നിയമം എന്താണെന്ന് വിശദീകരിക്കാൻ. ഇത് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. വിവരാവകാശ നിയമം അതിന്റെ വർഷം വെച്ച് ചോദിക്കാറുണ്ട്. ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 13 ഒക്ടോബർ 2005. അപ്പോൾ ഇത് ജൂൺ 15 പാർലമെന്റിൽ പാസ്സായെങ്കിലും ഒക്ടോബർ 13 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 2005 എന്നുള്ളത് നിങ്ങൾ മനസ്സിലേക്ക് എടുക്കണം.
കാരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് എന്തൊക്കെയാണ്? ഈ ആക്ട് നമ്മൾ എവിടെയാണ് അത് ഒഴിച്ചിട്ടുള്ളത്? ജമ്മു കാശ്മീർ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും എന്താണ് ഈ ആക്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇനി എന്താണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? അണ്ടർ ദ ടേംസ് ഓഫ് ആക്ട് എനി പേഴ്സൺ മേ റിക്വസ്റ്റ് ടു ഇൻഫർമേഷൻ ഫ്രം എ പബ്ലിക് അതോറിറ്റി. ഒരു പബ്ലിക് അതോറിറ്റിയിൽ നിന്നും ഏതൊരു വ്യക്തിക്കും, അതായത് ഏതൊരു വ്യക്തിക്കും എന്ത് ചെയ്യാൻ പറ്റും? ഏതൊരു വ്യക്തിക്കും ഇൻഫർമേഷൻ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. ദേ ഹാവ് റിപ്ലൈ വിത്തിൻ 30 days. അതായത് 30 ദിവസത്തിനകം അവരെന്ത് കൊടുക്കണം? ഈ പബ്ലിക് അതോറിറ്റി റിപ്ലൈ കൊടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ആക്ട് ഓൾസോ റിക്വയർസ് എവറി പബ്ലിക് അതോറിറ്റി ടു കമ്പ്യൂട്ടറൈസ് ദെയർ റെക്കോർഡ്സ്. ദിസ് വിൽ ഹെൽപ്പ് പീപ്പിൾ ടു ഗെറ്റ് ഇൻഫർമേഷൻ ഇൻ ടൈം. And the Right to Information Act gives certain rights to citizens. അതായത് ഇത് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? രാജസ്ഥാനിലെ കിസാൻ മസ്ദൂർ ശക്തി സങ്കേതൻ എന്ന് പറയുന്ന സംഘടനയാണ്. അവരാണ് ആദ്യമായിട്ട് എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത്? അവരുടെ ഗ്രാമത്തിലൊരു റോഡ് പണിയുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ, അതിന് ചെലവാക്കിയ തുകയുടെയും മറ്റും വിവരങ്ങൾ അവർക്ക് ലഭിക്കണം എന്നുള്ളൊരു ആവശ്യം അവർ ഉന്നയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഗവൺമെന്റ് ചെലവഴിക്കുന്ന പണത്തിന്റെ വിവരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏത് ഗവൺമെന്റിന്റെ റെക്കോർഡ്സും ലഭിക്കാനുള്ള, അതായത് ഇത്തരം രേഖകൾ ലഭിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ജനങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കിയത്. ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നത് രാജസ്ഥാനിൽ നിന്നാണ്. അതിനുശേഷമാണ് പിന്നീട് അത് തുടർന്ന് 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വരെ എത്തുന്നത്. അപ്പൊ ഇത് പൗരസമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്, വിവരാവകാശത്തിന് വേണ്ടിയുള്ള സമരം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പൗര സമൂഹമായിരുന്ന, നമ്മൾ നേരത്തെ പഠിച്ച പൗരസമൂഹം ഉണ്ടല്ലോ, എന്താണത്? അതായത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന, ഗവൺമെന്റിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ളതല്ലാത്ത സ്വമേധയാ ആളുകൾ കൂടിച്ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു പൗരസമൂഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഒരു ഫലമാണ് എന്തെന്ന് പറയാം? നമുക്ക് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമം എന്ന് പറയാം. 2005 ജൂൺ 15 ഇത് പാസ്സാക്കി, ഒക്ടോബർ 13 നിലവിൽ വന്നു. ഈ നിയമപ്രകാരം ആർക്ക് വേണമെങ്കിലും ഒരു പൊതു അധികാരിയിൽ നിന്ന് വിവരങ്ങൾ തേടാം. അതായത് നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ RTI പ്രകാരം കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്ത് തരണം? 30 ദിവസത്തിനകം മറുപടി തരണം. അതിപ്പോൾ ഒരു റോഡ് നിർമ്മാണത്തിന് ചെലവഴിച്ച തുകയുടെ വിവരങ്ങളാകാം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു നിയമനവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളാവാം, അങ്ങനെ ഏതെങ്കിലും ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, എന്ത് കാര്യങ്ങളും, അതായത് ഗവൺമെന്റ് അതോറിറ്റിയിൽ നിന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാൻ എന്ത് ഉപയോഗിക്കാം? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഉപയോഗിക്കാം. വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ പൊതുവെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് കണ്ടുവരാറുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ബാക്കി ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിട്ട്, അതായത് ഒരുപാട് കാര്യങ്ങളുമായിട്ട് നമ്മൾ ഇനിയും ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പം നിങ്ങളെല്ലാവരും ലൈവിലൊക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം. ഇത് നമ്മളൊരു ചെറിയൊരു പോർഷൻ മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള മറ്റ് ക്വസ്റ്റ്യൻസും ഏറ്റവും പ്രധാനപ്പെട്ട 5 മാർക്കിൻ്റെയും 6 മാർക്കിൻ്റെ ഒക്കെ ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ലൈവിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആരും ലൈവിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ 5 മാർക്ക് എന്ന് പറയുന്നത് നിസ്സാരക്കാരനല്ല. ആ ഓർമ്മയോടുകൂടി ഇതൊക്കെ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റ് വീഡിയോസിലൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്